പ്രദേശവാസികൾ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം തന്നെയാണ്. ആ രീതിയിൽ ഈ കാണുന്ന പോലെ ഇത്രയും ഉയരത്തിലായിരുന്നില്ല, മണ്ണെടുത്തതാണ്. അതും ഒരു തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ മണ്ണ് ചെത്തി മാറ്റുകയാണ് എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്ന കാര്യം. ഇനി അവിടെ എങ്ങനെ താമസിക്കും? ആകെ ഈ കാണുന്ന 1-2 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്കുള്ളത്. അവരുടെ വീടുകളാണ് പൂർണ്ണമായും ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്, മണ്ണെടുത്ത് പോയിരിക്കുന്നത്. സമ്പാദ്യമില്ല. ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് ഉള്ള ഒരു ചട്ടിയും പാത്രം ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ എവിടെയെങ്കിലും ഒരു ഇടം കിട്ടിയാൽ മുന്നോട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം ഞങ്ങൾ ക്യാമ്പിലാണ് കിടക്കണത്. നാളെ ഞങ്ങൾ എവിടെ പോയി ഒരു നേരത്തെ കഞ്ഞി വെച്ച് കുടിക്കാൻ ഒരു പാത്രം ഞങ്ങൾക്ക് ഇനി പുറത്തുനിന്ന് മേടിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ വന്ന് അതിനാണ് ഞങ്ങളുടെ പാത്രങ്ങൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ വന്നതാണ്. അതും പേടിച്ചതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഒരു പാത്രം എടുക്കാനുള്ളൊരു ധൈര്യം ഇല്ല. ശരിക്കും കിടക്കണ എന്തെങ്കിലും പായ വിരിയോ ബ്ലാങ്കറ്റോ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഇതാണ്. പിള്ളേരുടെ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട്, അതെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് വന്നത്. ഇവിടെയാണോ താമസം? ഈ മണ്ണിടിഞ്ഞു വീണിരിക്കുന്നിടത്തായിരുന്നോ താമസിച്ചിരുന്നത്? തൊട്ട് താഴെ കാണുന്നത് രണ്ടാമത്തെ വീട് ഞങ്ങളത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും കൊച്ചിക്കായും ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മനെ കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ടായുള്ളൂ. കൊച്ചി ക്ലാസ്സിൽ പോയതായിരുന്നു. കൊച്ചി വരാനിരുന്ന ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. കൊച്ചി വന്നതിന് ശേഷം ഞങ്ങൾ പോയി രാത്രി തന്നെ സ്കൂളിലേക്കാണ് നേരിട്ട് പോയത്. 10-10:15 സംഭവം അറിയണത് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇത്ര ദൂഷാന്ന് പറഞ്ഞിട്ട് ക്യാമ്പിലേക്ക് പോവായിരുന്നു. ക്യാമ്പിലേക്ക് ഒന്നും എടുത്തില്ല. കൊച്ചിന്റെ പഠിക്കാനുള്ള പുസ്തകം പോലെ അതിൻ്റെ അകത്ത് ഒരു സാധനം എടുത്തിട്ടുണ്ടായില്ല. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം അതാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യം. അവരുടെ പരാതി അതാണ്. ഈ ബിജുവിൻ്റെയും സന്ധ്യയുടെയും കുടുംബം അത് വളരെ വലിയൊരു വേദനയിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല. അവരുടെ ഇളയ മകൻ അർബുദം ബാധിച്ച് മരിച്ചിട്ട് 1 വർഷം തികയുന്നില്ല. അതിനു മുൻപാണ് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ദുരന്തം കൂടി കുടുംബം നേരിടേണ്ടി വരുന്നത്. ഒരു മകൾ കൂടിയുണ്ട്. മകൾ കോട്ടയത്ത് നഴ്സിങ്ങിന് പഠിക്കുകയാണ്. മകളെ ഇപ്പോൾ വിവരങ്ങളൊക്കെ അറിയിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് തന്നെ സ്ഥലം MLAയും സ്ഥലം MP-യും മന്ത്രി റോഷി അഗസ്റ്റും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അല്പസമയം മുൻപ് ബിജുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കേൾക്കാം. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നമുക്കത് എടുക്കാൻ തന്നെ വലിയ പാടുപെട്ടൊരു സ്ഥിതി നമുക്ക് കാണാൻ ഇടയായി. ഇന്ന് സന്ധ്യയെ ഇവിടുന്ന് രാജഗിരിയിലേക്കാണ് നമ്മൾ മാറ്റിയത്. വാസ്കുലർ സർജറി വിഭാഗം കൂടിയുള്ള ഒരു ആശുപത്രി വേണമെന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ് വളരെ പെട്ടെന്ന് ദൂരം കുറവ് എത്തിച്ചേരാൻ കഴിയുന്ന രാജഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബിജുവിൻ്റെ മൃതദേഹം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 5 കൂടി അത് മോർച്ചറിയിൽ വെച്ച് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്ന സ്ഥിതിയാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന 3 മണിയോട് കൂടിയാണ് അതിൻ്റെ അടക്കം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ആ പ്രദേശത്ത് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് അപകട സാധ്യതയുണ്ട്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. എല്ലാവരെയും തന്നെ മാറ്റി താമസിപ്പിക്കാനായിട്ട് സാധിച്ചു. അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ആ നിലയിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നെങ്കിലും ഇവർ 2 പേരും തിരിച്ച് മടങ്ങി വീട്ടിലേക്കൊന്ന് വന്ന് തിരികെ പോകാം എന്ന് വിചാരിച്ചിട്ടാകാം ആ സമയത്താണ് ഈ പ്രശ്നം നേരിട്ടത്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെല്ലാം തുടർ നടപടികളും ആ നിലയിൽ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. വീട് നഷ്ടപ്പെട്ടവരെയും ഇനി ആ സ്ഥലത്ത് താമസിക്കാൻ തന്നെയും കഴിയാത്ത സാഹചര്യമാണല്ലോ. അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഏതെങ്കിലും പദ്ധതികളായിട്ട്? അതിലിപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, 6-7 വീടുകളോളം ഓൾറെഡി ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് കാണുന്നത്. അവരെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സ്കൂളിലാണ് താൽക്കാലികമായി ഇവരെ
ക്യാമ്പ് ചെയ്യിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. KSBയുടെ ക്വാർട്ടേഴ്സ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുകയായിരുന്നു. മന്ത്രി പറയുന്നത് പോലെ 6-7 വീടുകൾ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ അകന്നു പോയിട്ടുണ്ട്. അതിലൊന്നാണ് ബിജുവിൻ്റെ വീടും. അത് മാത്രമല്ല ആ സമീപത്തുള്ള 6-7 വീടുകൾ മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ മറ്റു വീടുകളിൽ സമീപത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ നിന്ന് ഉള്ളതും കൊണ്ട് ജീവനും കൊണ്ട് ഓടുന്ന പലായനം ചെയ്യുന്ന ആളുകളാണ്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി അവിടെ നിന്നാൽ അവരുടെ ജീവന് കൂടി ആപത്താണ് എന്ന ബോധ്യം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ വീട്ടിലേക്ക് പോകുന്ന മനുഷ്യരെയാണ് നമ്മൾ അടിമാലിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇന്ന് രാവിലെ അവിടെ നിന്ന് ജെയിനും ബിനിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് പോലും വീണ്ടും മണ്ണ് ഇടിയുന്നോ എന്നൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. അപ്പോൾ ഏത് സമയത്തും ഒരുപക്ഷെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ പറയുന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ വാരി അവർ മടങ്ങുകയാണ്. എങ്ങോട്ടേക്കാണ്? പുനരധിവാസം ആലോചിച്ചിട്ട് തുടങ്ങിയിട്ട് പോലുമില്ല സർക്കാർ എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമ്പുകളിലേക്കാണോ ഇവരുടെ യാത്ര? ക്യാമ്പുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. ചിലർ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പലതരത്തിൽ സൗകര്യങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ രീതിയിലേക്കാണ് പലരും ഇപ്പോൾ മാറിപ്പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്ന് കൃത്യമായ ഒരു നിലപാട് വരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൽ സർക്കാർ ഇവരുടെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നു. കാരണം 24 കുടുംബങ്ങളാണ്. ആ 24 വീട്ടുകാരിൽ ഏതാണ്ട് 6 വീടുകൾ പൂർണ്ണമായും നശിച്ചുപോയി. ബാക്കിയുള്ള വീട്ടുകാർക്ക് അവർക്ക് ഈ വീടുകളിൽ താമസിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ അടർന്നു മാറിയിരിക്കുന്ന ആ ഭാഗം മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ മണ്ണ് ഇനി ഇടിഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ തന്നെയുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതായിരിക്കില്ല സാഹചര്യം. നമ്മളിപ്പോൾ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഭാഗം, ഇപ്പോൾ ഈ ആളുകൾ ഈ സാധനങ്ങളൊക്കെ മാറ്റുന്ന ഈ ഭാഗമടക്കം മണ്ണ് വന്ന് മൂടിപ്പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഈ വീട്ടുകാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ, അവരുടെ ഒരു വല്ലാത്ത ദൈന്യതയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ആകെ നമുക്കൊരു സന്തോഷകരമായി പറയാവുന്നത് ഇവരെ സഹായിക്കാനായി ഈ നാട്ടുകാരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ സന്നദ്ധ പ്രവർത്തനം ഇവിടെ നടക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ വീട്ടിലുള്ളവർക്ക് അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആളുകളുടെ എല്ലാ സാധനങ്ങളും അവരുടെ വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്തെടുത്ത് അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനായി ഒരുപാട് ആളുകൾ ഇവിടെ പ്രയത്നിക്കുന്നു എന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ഇത്തിരി കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ താമസിക്കുന്നവർക്ക് ഇതുപോലെ പലായനം ചെയ്യേണ്ടി വരുന്നത്. ഇത് കൃത്യമായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടിയൊഴിക്കപ്പെടേണ്ടി വന്നവരാണ്. അതായത് സ്വയം അവരുടെ താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ജീവന് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് അതിൽ കർക്കശമായ നിയമ നടപടിയിലേക്ക് തന്നെ സർക്കാർ പോവേണ്ടതാണ്. കാരണം ഈ ഭാഗത്ത് മണ്ണ് അത് ലൂസായിട്ടുള്ള മണ്ണാണ്. ആ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണമായിരുന്നു ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ. ഈ കുന്നിൻ്റെ താഴെ ഈ 24 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന കാര്യം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കരാർ കമ്പനിയും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ദേശീയപാത അതോറിറ്റിയും ഒക്കെ കൃത്യമായും മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇന്നും ഇന്നലെയും ഒന്നും ഉണ്ടായ താമസക്കാരല്ല. ഇവർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ചിലർ 21 വർഷമായി താമസിക്കുന്നവരുണ്ട്. അതിനേക്കാൾ മുകളിൽ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. പഴയ ലക്ഷം വീട് കോളനിയാണ്. അതായത് തീർത്തും സാധാരണക്കാർ കൂലി പണി ചെയ്ത് അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകും
പോകുന്ന തീർത്തും സാധാരണക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവരെ കെട്ടി ഉയർത്തിയിരിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുക, അതിനുള്ളൊരു പുതിയ സൗകര്യം ഒരുക്കുക, അതൊന്നും അവർക്ക് സാധ്യമാകുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് അടിയന്തരമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരുന്നത്. ജില്ലാ കളക്ടറും മന്ത്രി റോഷി അഗസ്റ്റിനും അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് ഉടൻ എത്തുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അടിയന്തര സഹായമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ഈ അപകടത്തിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൂടി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മൾ ഇവിടെ വന്നപ്പോൾ കേട്ട ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ആ വാക്കുകളൊക്കെ നമുക്ക് മനസ്സിൽ തട്ടുന്നതാണ്. കണ്ണീരോടെ പലരും പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇന്ന് രാവിലെ വന്ന് സ്കൂളിലെ പുസ്തകങ്ങളും മറ്റും എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി ക്യാമ്പിലേക്ക് പോയ ഒരു അമ്മയെയും മകളെയും നമുക്ക് കാണേണ്ടി വന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുസ്തകമടക്കം മുഴുവനും നശിച്ചു പോയിരിക്കുന്നു. അവർ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നും ശേഷിക്കുന്നില്ല. അവരുടെ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ വീടിന് മുകളിൽ വലിയ രീതിയിൽ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അടിമാലിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം സ്വരുക്കൂട്ടി ഇത്രയും കാലത്തെ ഈ മനുഷ്യായുസിന്റെ അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അവർ ക്യാമ്പുകളിലേക്ക്, അറിയാവുന്ന ഇടങ്ങളിലേക്ക് മടങ്ങുകയാണ്. സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ സഹായം തേടി പുനരധിവാസം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് അവർ പങ്കുവെക്കുന്നത്.